വോട്ടെടുപ്പ് തുടങ്ങി ഇപ്പോൾ 4 മണിക്കൂർ പിന്നിടുമ്പോൾ എത്രയായി? 21.9% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചേലക്കരയിൽ 22.3%. 11 മണിയാവുമ്പോൾ 4 മണിക്കൂർ പിന്നിടുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ പറയാം. നമ്മൾ വിവിധയിടങ്ങളിലെ ദൃശ്യങ്ങൾ കൂടി കാണുകയാണ്. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. വൈകിട്ട് 6 മണി വരെ വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. അതിനുശേഷം ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്താം. അങ്ങനെ ചരിത്രമുള്ള മണ്ഡലങ്ങളാണ് ചേലക്കരയൊക്കെ. വലിയ തോതിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചേലക്കരയൊക്കെ ഇതിനു മുൻപും വയനാട്ടിലാണ് എങ്കിൽ വളരെ വിസ്തൃതമായ മണ്ഡലമാണ്. 3 ജില്ലകളിലായി പടർന്നു കിടക്കുന്ന മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം, ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നുള്ളതൊക്കെയാണ് അവിടെ മുന്നണികളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതൊക്കെ സാധൂകരിക്കുന്ന തരത്തിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഷിനോജ് എസ്റ്റിയും ഇംതിയാസും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഷിനോജിലേക്ക് പോകാം. തോന്നൂർക്കര ചേലക്കരയിൽ നിന്നുള്ള ദൃശ്യം ഷിനോജ് ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. എത്ര വലിയ ക്യൂ ആണ് അവിടെ. തൊട്ട് താഴെ പാമ്പാടിയിൽ, അതും ചേലക്കര മണ്ഡലത്തിലാണ്, അവിടെയും ക്യൂ ആണ്. രാവിലത്തെ തിരക്ക് ഇപ്പോഴും തുടരുകയാണോ? സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. രാവിലെ 1-2 പേരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞോ? പ്രതീക്ഷ രാവിലെ മുതൽ തുടങ്ങിയ അതേ ഒരു തിരക്ക് അത് മണ്ഡലങ്ങളിലെ ഈ ചേലക്കര മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും ഒരേപോലെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇടയ്ക്കൊന്ന് മന്ദഗതിയിലായെങ്കിൽ പോലും രാവിലെ മുതലുള്ള അതേ തിരക്ക്, പ്രത്യേകിച്ച് 7 മണിക്കാണ് വോട്ടിംഗ് തുടങ്ങിയതെങ്കിൽ കൂടി 6:30 കൂടി തന്നെ എല്ലാ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിൽക്കുന്ന ആളുകളിൽ പലരും ഏകദേശം 1.5-2 മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകളാണ്. ഇവർക്ക് പ്രത്യേകിച്ച് തോന്നൂർക്കര UP സ്കൂളിലെ 78-ാം നമ്പർ ബൂത്ത്, അത് വളരെ തിരക്കാണ്. വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ രാവിലെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മമാർ തന്നെ. ചേച്ചി, അമ്മ രാവിലെ എത്തിയല്ലേ? 9 മണിക്ക് എത്തി. 2 മണിക്കൂറായി. നല്ല തിരക്കാ? നല്ല തിരക്കുണ്ടല്ലേ? തിരക്കുണ്ട്. 9:30 എത്തി. തിരക്കായി. നല്ല തിരക്കാ. 2 മണിക്കൂറായി ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. വോട്ടിട്ടേ പോകുന്നു. വോട്ട് ചെയ്യാതെ പോകാൻ പറ്റില്ല. അമ്മ എപ്പോഴെത്തിയേ? എപ്പോഴെത്തി? ഞാനിപ്പോ പോന്നു. 9 മണിക്ക് എന്തായാലും ഇത്തരത്തിൽ ഇതിന് സമാനമായ രീതിയിൽ ഈ തോന്നൂർക്കര UP സ്കൂളിൽ ആകെ 5 ബൂത്താണുള്ളത്. ഇതിൽ 75-ാം നമ്പർ ബൂത്തിൽ മാത്രമാണ് തിരക്ക് അല്പം കുറവുള്ളത്. ബാക്കി 4 ബൂത്തിലും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഉള്ളത്. വോട്ടുണ്ടോ? വോട്ടുണ്ടോ? ഇല്ല. അമ്മ പോയി രാവിലെ എത്തിയോ? ഓടിക്ക്. തിരക്കാ. വീട്ടിലാഹാരമൊക്കെ വെച്ചിട്ടാണോ വന്നേ? ഇല്ല. എത്തി രാവിലെ 10 മണിക്ക്. 10 മണിക്ക് എത്തി. തിരക്കുണ്ട്. വയസ്സായവരെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, വയ്യാത്തവരെ കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം കൊണ്ട് കുറച്ച് നമുക്ക് ഡിലേ ആയിരിക്കുന്നു. സാധാരണ ഇത്തരത്തിൽ എത്ര ഈ തിരക്കുള്ളതാണ്? കുറച്ചൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് അതിനൊക്കെ തിരക്കാണ്. തെരഞ്ഞെടുപ്പായോണ്ട് തോന്നുന്നു. സാധാരണ കട്ടയ്ക്കായിരുന്നല്ലേ ഇവിടെ? അതെ. നല്ല ടൈറ്റ് മത്സരമായിരുന്നു. മത്സരം ടൈറ്റാണ്. അതുകൊണ്ട് എന്തായാലും ഈ മുന്നണികളൊക്കെ തന്നെ നേരത്തെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഉപരി അതിനെ മറികടക്കുന്ന തരത്തിൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന്. എന്തായാലും നിലവിൽ വരുന്ന കണക്കുകളനുസരിച്ചാണെങ്കിൽ 11 മണിക്ക് PRD പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 23.4 നിലവിൽ ചേലക്കര മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതായത് ആകെ 2,13,103 വോട്ടർമാരാണ് ചേലക്കരയിലുള്ളത്. ഇതിൽ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 50,000-ഓളം ആളുകൾ ഇതിനോടൊക്കെ തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പലരും ഇവിടെ എത്തുന്നതിൽ പലരും അതായത് പ്രായമായ ആളുകളാണ്. ഇതൊരു ഗ്രാമീണ മണ്ഡലമാണ്. അവർ വന്നിരുന്ന ഇത്തരത്തിൽ നേരത്തെ വന്നാണോ? തിരക്കാണല്ലേ? നല്ല തിരക്കാ. ഏതാ കുട്ടിക്ക് കൊടുക്കണ തിരക്കാണെന്ന് പറയാ. എന്ത് ചെയ്യും? അവരാണെങ്കിൽ കടത്തി വിടണമില്ലേ? ഈ 4 ബൂത്തുകളിലും സമാനമായ രീതിയിൽ വലിയ തിരക്ക് തന്നെയാണ് ഉള്ളത്. 74, 76, 77, 78 ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും ഈ തിരക്ക്. കാരണം ഏകദേശം ഒരു 100-ലധികം ആളുകൾ ഇപ്പോഴും ഇവിടെ ഈ ക്യൂവിൽ നിൽപ്പുണ്ട്. 2 മണിക്കൂറായി ഇവർ ഈ ക്യൂവിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നതാണ്. 9 മണിക്ക് എത്തിയ ആളുകൾ ഇപ്പോഴും ക്യൂവിൽ തന്നെയുണ്ട്. ചേലക്കര മണ്ഡലത്തിലെ പലയിടങ്ങളിലും പാഞ്ഞാളിലും ദേശമംഗലത്തും വള്ളത്തോട്ടങ്ങളിലും ഒക്കെ തന്നെ സമാനമായ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും നേരത്തെയൊക്കെ ഒരു 6-6:30 കൂടി തുടങ്ങിയ തിരക്കാണ്. അത് ഇപ്പോഴും തുടർന്നു. ഇടയ്ക്ക് അതൊരു മന്ദഗതിയിലായെങ്കിലും പോളിംഗ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 72% പോളിംഗ് ശതമാനമെങ്കിൽ ഇത്തവണ അത് മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നിലവിൽ ഈ തിരക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിനോജി, മംഗലശ്ശേരി നീലകണ്ഠനൊക്കെ പാഞ്ഞാളിലല്ലേ വോട്ട് ചെയ്യാൻ വന്നോ? ഷിനോജ് അത്ഭുതപ്പെടുകയാണ്. എന്താണ് ചോദിച്ചത്? ഷിനോജ് കഴിഞ്ഞ ദിവസം മംഗലശ്ശേരി നീലകണ്ഠനെ ഉൾപ്പെടെ ചിത്രീകരിച്ച പാഞ്ഞാളിൻ്റെയൊക്കെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി ചേലക്കരയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഷിനോജ്, ഒട്ടേറെ സിനിമാ കഥാപാത്രങ്ങൾ നടന്നുപോയ വഴികളാണ്, വയലേലകളാണ്, മനോഹരമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ മംഗലശ്ശേരി നീലകണ്ഠനൊക്കെ വോട്ട് ചെയ്തോ എന്ന്.
രതീഷെ, ഒട്ടേറെ സിനിമകൾ ചിത്രീകരിച്ച നാടാണ് ചേലക്കര. അത് ഒരു 100 അധികം സിനിമകൾ, ദേവാസുരമായിക്കോട്ടെ, ആറാം തമ്പുരാനായിക്കോട്ടെ, ചന്ദ്രോത്സവമായിക്കോട്ടെ, അത്തരത്തിൽ ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചൊരു സ്ഥലമാണ് ചേലക്കര. ഇവിടെ ചേലക്കരയിൽ എങ്ങോട്ട് തിരിഞ്ഞ് ക്യാമറ വെച്ചാലും അതൊരു നല്ലൊരു ഫ്രെയിമാണ്. പ്രത്യേകിച്ച് ക്യാമറമാൻമാർക്ക് പ്രത്യേകിച്ച് പണിപ്പെടേണ്ട പ്രശ്നമൊന്നുമില്ല. എങ്ങോട്ട് തിരിച്ച് ഫ്രെയിം വെച്ചാലും ആ ഒരു നല്ല ഫ്രെയിം അവർക്ക് കിട്ടും. ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിലും അത്തരത്തിലുള്ള ഫ്രെയിമുകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയാണ്, അതിൻ്റെതായ ആളുകൾ കൊണ്ടുവരുന്നത്. വയസ്സായ ആളുകളൊക്കെ തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് രേഖപ്പെടുത്താനൊക്കെ എത്തുന്നത് കാണുമ്പോൾ നമുക്കൊരു ഗൃഹാതുരത്വം ഉറങ്ങുന്ന കുറേ കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പലരും കാത്തിരിപ്പിലാണ്, അവരുടെ വോട്ട് ചെയ്യാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പലരും. എത്തുന്ന ആളുകളിൽ എന്തായാലും പ്രായമായ ആളുകൾ പലരും എത്തുന്നുണ്ട്. പക്ഷേ അവരൊക്കെ എന്തായാലും വോട്ട് ചെയ്ത് മടങ്ങും. ഈ വെയിലെത്തും, വോട്ട് ചെയ്തതിന് ശേഷം മടങ്ങും. വോട്ട് ചെയ്തതിന് ശേഷമായി ഇവിടെ നിന്ന് തിരികെ പോകും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഈ അമ്മയൊക്കെ അത്തരത്തിൽ എത്തിയ ആളുകളൊക്കെയാണ്. അമ്മ വോട്ടിട്ടോ? വോട്ടിട്ടു. തിരക്കുണ്ടായിരുന്നോ? തിരക്ക് അറിയൊന്നുമില്ല. ഏത് ബൂത്ത് ഏതായിരുന്നു? 75. വോട്ടിട്ടു? എല്ലാം ശരിയായി. ഇവിടെ വീണ്ടും കുറച്ച് അമ്മമാർ കാത്തിരിപ്പുണ്ട്. വോട്ടിട്ടോ? ഇല്ല. എപ്പോൾ എത്തിയതാ? 10 മിനിറ്റ്. നല്ല ക്യൂ ഉണ്ട്, കുറച്ച് കഴിയും തോന്നുന്നു അല്ലേ? വോട്ടിട്ടോ അമ്മ? നിക്കണേ നിക്കണേ ഉള്ളൂ. കുറച്ച് കഴിയും തോന്നുന്നു അല്ലേ? നല്ല തിരക്കാ. വീട്ടിലെല്ലാം കഴിച്ചിട്ടൊക്കെ വെച്ചിട്ടാണ് വന്നേ. വേർക്കണു, ഷുഗറൊക്കെ ഉണ്ടേ. വേർക്കണുണ്ടോ? വോട്ടിട്ടോ? ഇല്ല, നിൽക്കോ. ക്യൂ നല്ല തിരക്കുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് ചേലക്കരയിൽ എല്ലാ ബൂത്തുകളിലും ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 75 നമ്പർ ബൂത്തിൽ മാത്രമാണ് അല്പം തിരക്ക് കുറവുള്ളത്. ബാക്കി എല്ലാ ബൂത്തുകളിലും സാമാന്യ ഭേദപ്പെട്ട രീതിയിലുള്ള തിരക്കുണ്ട്. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ.